കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ഈ റിയാക്ഷൻ അവിടെ നിൽക്കട്ടെ, ഞാൻ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. നമ്മുടെ ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. RC ഡബിൾ ബോണ്ടോ R അല്ലേ? Okay. A nucleophile attack the carbonyl carbon atom in a direction perpendicular to the plane of sp2 hybridized orbital. ഒരു ന്യൂക്ലിയോഫൈൽ നമ്മൾ NU- എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ എടുത്തു. അത് കാർബണൽ പാർട്ട്, നമ്മുടെ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കാർബണൽ പാർട്ട് ഉണ്ടല്ലോ, അതിലെ കാർബൺ, അതായത് ഈ കാർബണലാണ് അറ്റാക്ക് ചെയ്യുക. ഏത് ഡയറക്ഷനിൽ അറ്റാക്ക് ചെയ്യുക? അതിൻ്റെ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവുമല്ലോ, ആ sp2 C ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ആ ഓർബിറ്റലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ വന്നിട്ടാണ് ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. അതായത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വിടാം. എന്നിട്ട് therefore the hybridization changes from sp2 to sp3 resulting in the formation of an alkoxide ion. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? sp2 ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത് sp3 ഹൈബ്രിഡൈസേഷൻ ആവും. എന്നിട്ടൊരു ആൽക്കോക്സൈഡ് അയോൺ ഫോം ചെയ്യും. ഇത് സ്ലോ ആൻഡ് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് കേട്ടോ. ഇനി ഈ ആൽക്കോക്സൈഡ് അയോൺ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടൊരു റിയാക്ഷൻ പോസിറ്റീവ് പാർട്ട് H+ ആയിട്ട് റിയാക്ട് ചെയ്യും. ഫാസ്റ്റ് ഒരു റിയാക്ഷൻ നടക്കും. ആൽക്കോക്സൈഡ് അയോൺ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് വിത്ത് ദി പോസിറ്റീവ് പാർട്ട്, അതായത് H+ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഫോം ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? CH3 CH ഡബിൾ ബോണ്ട് O ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? ഒരു ആൽഡിഹൈഡാണ്. ആൽഡിഹൈഡും കീറ്റോണും അണ്ടർഗോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്താണ്? ഒരു ആൽഡിഹൈഡാണ്, നമ്മൾ എടുത്തതാണ് CH3 CHO. ഇതെന്താണ്? ഇപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലേ? ഇത് ഇവിടെ C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാർബൺ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ന്യൂക്ലിയോഫൈൽ വരികയാണ്. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ന്യൂക്ലിയോഫൈലിനെ NU- എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അത് വന്ന് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയോഫൈൽ കയറുന്നത് ഈ കാർബണൽ കമ്പൗണ്ടിൻ്റെ കാർബണിലേക്കായിരിക്കും. ഈ കാർബണിലേക്കാണ് അറ്റാക്ക് ചെയ്യുക, അതും പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷനിങ് എങ്ങനെയായിരിക്കും? നമ്മുടെ ആ കാർബൺ ഇവിടെ ഉണ്ട്, പിന്നെ CH3 ഇവിടെ വെച്ചാൽ, ഇനി ഇവിടെ H ഉണ്ട്, പിന്നെ ആ ഡബിൾ ബോണ്ടിലൊരു ബോണ്ട് പൊട്ടിയിട്ട് O ആവും. അപ്പോൾ അവിടെ മൈനസ് വരും അല്ലേ? എന്നിട്ട് ഇവിടെ ഈ ന്യൂക്ലിയോഫൈലും കയറും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടെന്നല്ല പറഞ്ഞ ഈ കാർബണ്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കുന്നുണ്ട്. ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്, സ്ലോവും റിവേഴ്സിബിളുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡബിൾ ലൈനാക്കി മാറ്റാം. അതായത് ഇത് സ്ലോ ആണ്, റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ sp2 എന്നുള്ളത് എന്തായി? sp3 ഹൈബ്രിഡൈസേഷനായി ഈ കാർബൺ അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ടഡ് അല്ലേ? ഇനി അപ്പോൾ നമുക്കൊരു ആൽക്കോക്സൈഡ് അയോൺ കിട്ടിയില്ലേ? ഒരു ആൽക്കോക്സൈഡ് അയോൺ കണ്ടില്ലേ? അത് കിട്ടി. ഇനി ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ H+ ആയിട്ട് പോസിറ്റീവ്, ഇത് ഹൈഡ്രജൻ കയറുന്നുണ്ടല്ലോ, H+ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ഫാസ്റ്റ് റിയാക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? കാർബൺ ഉണ്ട്, CH3 ഉണ്ട്, H ഉണ്ട്, ഇവിടെ O- ആയിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇവിടെ മേലെ ന്യൂക്ലിയോഫൈൽ ഉണ്ട്. ഇവിടെ O- ആയിരുന്നു, ആ O- അവിടെ H കൂടിയും കയറും. H+ ഇതിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓക്സിജനിലേക്ക് O- അങ്ങനെയാണ് നമുക്ക് OH കിട്ടിയത്. ഓക്കെ, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നമ്മുടെ ആൽഡിഹൈഡ് ഉണ്ടായിരുന്നു. അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയി മാറും. അതെങ്ങനെ? ന്യൂക്ലിയോഫൈൽ വന്ന് ആ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ സ്ലോ ആൻഡ് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നടന്ന് നമ്മൾ ന്യൂക്ലിയോഫൈൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അറ്റാക്ക് ചെയ്യും. ബാക്കി എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടാവും. ഓക്സിജൻ്റെ അവിടെ ഒരു നെഗറ്റീവ് സൈനും ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന H+, ആ H+ ഈ O- അറ്റാക്ക് ചെയ്യും. അത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ നിൽക്കും. Oൻ്റെ അവിടെ ഒരു H വന്ന് അറ്റാച്ച്ഡ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? sp2 ഹൈബ്രിഡൈസ്ഡ് എന്നുള്ളത് sp3 ഹൈബ്രിഡൈസേഷനിലേക്ക് മാറും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി.
ഇതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് കമ്പാരിസൺ ഓഫ് റിയാക്ടിവിറ്റി. അതായത് എങ്ങനെയാണ് ആൽഡിഹൈഡ് ആണോ കൂടുതൽ റിയാക്റ്റീവ് അതോ കീറ്റോൺ ആണോ റിയാക്റ്റീവ്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടിയാൽ അങ്ങനെ പലതരത്തിലുള്ള കമ്പാരിസൺ നടത്താൻ പോവുകയാണ്. അപ്പോൾ കമ്പാരിസൺ ഓഫ് റിയാക്ടിവിറ്റിയാണ് ഇനി അടുത്ത ടോപ്പിക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. അപ്പം അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. രണ്ട് മെയിൻ റീസണാണ്. ആൽഡിഹൈഡ്സ് ആണ് കീറ്റോണിനെക്കാട്ടും കൂടുതൽ റിയാക്റ്റീവ്. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് രണ്ട് റീസണാണുള്ളത്. 1, 2. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഹാവിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് +I ഇഫക്റ്റ് ഇറ്റ് ഡിക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ കാർബണിൽ കാർബൺ ആറ്റം. അതായത് നമ്മുടെ ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? RCHO ആണ് അല്ലേ. കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കീറ്റോൺ എന്ന് പറയുന്നത് RC≡O≡R ആണ്. ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ആൽഡിഹൈഡിൽ എന്തുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, R ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ R ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ R ഗ്രൂപ്പിന് എന്താണല്ലേ, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണുള്ളത്. അതായത് +I ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണുള്ളത്. ആണല്ലോ, പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണുള്ളത്. അപ്പോൾ എന്തുണ്ടാവും? ഈ കാർബണിൽ കാർബൺ ആറ്റം അതായത് RC≡OH ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് എന്താണ്? ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസിയാണ്. ഇതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ആയി പോവുകയാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവും? ഈ കാർബണൽ കമ്പൗണ്ടിൻ്റെ കാർബണിൻ്റെ അവിടെ പോസിറ്റീവിൻ്റെ ചാർജ് കുറഞ്ഞു വരും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, ഇറ്റ് ഡിക്രീസസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ കാർബണിൽ കാർബൺ ആറ്റം. കാർബണിൽ കാർബൺ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് ഈ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ആൽക്കൈൽ ഗ്രൂപ്പിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണം. ഓക്കെ, കീറ്റോൺസിൽ നോക്കുകയാണെങ്കിൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? RC≡OR അല്ലേ. കീറ്റോണിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ വീണ്ടും എന്താവാണ്? ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിലേക്ക് ആ പോസിറ്റീവ് ചാർജ് ഈ കാർബൺ ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജ് ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ എന്തെങ്കിലും കുറയും. ഇവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആൽഡിഹൈഡിൽ അല്ലേ, മറ്റേത് ഹൈഡ്രജനാണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും പോസിറ്റീവായ എഫക്റ്റ് കൂടും. അതായത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ അതുവഴി എന്തുണ്ടാവും? ആ കാർബണിൽ എന്ന് പറഞ്ഞാൽ C≡O പോലെ കാർബണിൻ്റെ മേലെയുള്ള പോസിറ്റീവ് ചാർജ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് കീറ്റോൺ ആൽഡിഹൈഡിനെക്കാട്ടും റിയാക്റ്റീവ് അല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് കീറ്റോണിനെക്കാട്ടും റിയാക്റ്റീവ് ആണെന്ന് പറയാനുള്ള ഒരു റീസൺ അതാണ്. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആൽക്കൈൽ ഗ്രൂപ്പ് കീറ്റോണിൽ കൂടുതലായ കാരണമാണ് അത് ലെസ് റിയാക്റ്റീവ് ആവുന്നത്. ഇനി രണ്ടാമത്തേതാണ് സ്റ്റെറിക് ഇഫക്റ്റ് ആണ്. സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദ കാർബണിൽ കാർബൺ ആറ്റം ഇൻക്രീസസ് ദി അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ വിൽ ബി ഡിഫിക്കൾട്ട് ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ്. അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പിൻ്റെ എണ്ണവും സൈസും ഒക്കെ കാർബണിൽ കമ്പൗണ്ടിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിൽ കമ്പൗണ്ട് ഇത്. ഓക്കെ, അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആർ ഗ്രൂപ്പിൻ്റെ സൈസോ എണ്ണോ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ന്യൂക്ലിയോ ഫൈലിനെ വന്ന് അത്ര പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ന്യൂക്ലിയോ ഫൈലിനെ അത്ര എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോ ഫൈലിനെ പെട്ടെന്ന് ബോണ്ട് പൊട്ടിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൾട്ടായിരിക്കും. അതാണ് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദ പ്രസൻസ് ഓഫ് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻ കീറ്റോൺ മേക്ക് ദം ലെസ് റിയാക്റ്റീവ്. അതായത് കീറ്റോണിൽ അപ്പോൾ എന്തുണ്ട്? 2 അങ്ങനത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ന്യൂക്ലിയോ ഫൈലിന് വന്ന് ആ കാർബണിൽ കമ്പൗണ്ടിലെ കാർബണെ അറ്റാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആൽഡിഹൈഡിനെ അപേക്ഷിച്ച്. അല്ല, 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് കീറ്റോൺ എന്നുള്ളത്, ആൽഡിഹൈഡിന് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ കീറ്റോണിൻ്റെ അത്ര ബുദ്ധിമുട്ട് ആൽഡിഹൈഡിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കീറ്റോൺ എന്താവുന്നത്? അത്ര റിയാക്റ്റീവ് അല്ലാത്ത, റിയാക്ഷൻ നടക്കാൻ സമ്മതിക്കാത്തത്. അപ്പോൾ ലെസ് റിയാക്റ്റീവാണ് കീറ്റോൺ. അതെന്തുകൊണ്ടാണ്? ഈ സ്റ്റെറിക് ഇഫക്റ്റ് കാണുന്നതാണ്. അതായത് ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് 2 എണ്ണം അവിടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോ ഫൈലിന് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൾട്ടായിരിക്കും ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഓക്കെ, ഇനി aromatic aldehydes and ketones are less reactive compared to aliphatic due to resonance effect. അതായത് അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡും
കീറ്റോണും നമ്മൾ കണ്ടു അല്ലേ, കീറ്റോണിൻ്റെ എറൈൽ കമ്പൗണ്ടും കണ്ടു, ആൽഡിഹൈഡിൻ്റെ എറൈൽ കമ്പൗണ്ടും കണ്ടു. ഇവർ നമ്മുടെ സാധാ ആൽക്കൈൽ ആൽഡിഹൈഡിനും കീറ്റോണിനെക്കാട്ടും അലിഫാറ്റിക് ആയിട്ടുള്ള കമ്പൗണ്ട്സിനെക്കാട്ടും റിയാക്ഷൻ കുറവാണ്. കാരണം എന്താ, അവിടെ റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആയാലും അരോമാറ്റിക് ആയിട്ടുള്ള കീറ്റോൺ ആയാലും രണ്ടിലും എന്തുണ്ട്, റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്. സോ അത് കാരണം പെട്ടെന്ന് അവരെ ബോണ്ടൊക്കെ പൊട്ടിച്ച് റിയാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഇഫക്റ്റീവ് അല്ല ആസ് ഇൻ ദ കേസ് ഓഫ് അലിഫാറ്റിക്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അലിഫാറ്റിക് ആണ് കൂടുതൽ റിയാക്റ്റീവ് ദാൻ അരോമാറ്റിക്. അരോമാറ്റിക് കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്, സ്റ്റേബിളറാണ് ഡ്യൂ ടു റെസൊണൻസ് ഇഫക്റ്റ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് കുറേയധികം കെമിക്കൽ പ്രോപ്പർട്ടി ആൽഡിഹൈഡിലും കീറ്റോണിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിവിഷനാണ് ഞാൻ പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിന് നമുക്ക് മെയിനായിട്ടും 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് നോക്കാനുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് നോക്കാനുണ്ട്. അതായത് അത് HCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സോഡിയം ബൈസൾഫേറ്റ് ആയിട്ട് എങ്ങനെയാണ്, ആൽക്കഹോളായിട്ട് എങ്ങനെയാണ്, അമോണിയം അതിൻ്റെ ഡെറിവേറ്റീവ്സ് അത് ആഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്. അപ്പോൾ പല ടൈപ്പുള്ള ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നോക്കാനുണ്ട്. അതാണ് ആദ്യത്തെ കെമിക്കൽ പ്രോപ്പർട്ടി. രണ്ടാമത്തെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതായത് KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ, നമ്മുടെ ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ RCHO അല്ലെങ്കിൽ RC ഡബിൾ ബോണ്ട് OR ഈ രണ്ടെണ്ണത്തിന് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും, റിഡക്ഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും, പിന്നെ വേരിയസ് നെയിംഡ് റിയാക്ഷൻസ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും. അതാണ് മെയിനായിട്ട് കെമിക്കൽ പ്രോപ്പർട്ടിയിലുള്ള 4 വിധത്തിലുള്ളത്. അപ്പോൾ അതിലാദ്യം ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതാണ് ഇത്രയും കാര്യങ്ങൾ 5 എണ്ണം നമുക്ക് നോക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷനിൽ KMnO4 ആയിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെ ഓക്സിഡേഷൻ നടക്കും. ടോളൻസ് റിയേജൻറ്റ് അതെന്താണ്, അതിനെങ്ങനെ, ഫെല്ലിംഗ് സൊല്യൂഷൻ, ബെനഡിക്ട് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ 4 എണ്ണമാണ് നമുക്ക് ഓക്സിഡേഷനിൽ വരുന്നത്. ഇനി അടുത്തത് റിഡക്ഷനിൽ H2 ആയിട്ട് റിഡ്യൂസ് ചെയ്താൽ എങ്ങനെ, ക്ലെമൻസൻസ് റിഡക്ഷൻ എങ്ങനെ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എങ്ങനെ, അതും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്കുള്ളത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. അതായത് ആൽഡോൾ കണ്ടൻസേഷൻ, ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ, കാനി-സാരോ റിയാക്ഷൻ, ഹാലോഫോം റിയാക്ഷൻ ഓർ ഐഡോഫോം ടെസ്റ്റ്. ഇത്രയാണ് നോക്കാനുള്ളത്. ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീർന്നു.